എൻ്റെ പേര് മെയ്ജി എന്നാണ്. ഞാൻ തൃശ്ശൂർ പാവർട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ 6 വർഷമായിട്ട് BEd കോളേജിൽ ജോലി ചെയ്യാണ്. കോളേജ് അധ്യാപകർക്ക് നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യത വേണം. ഈ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത് 2017 മെയ് 29-ാം തീയതിയാണ്. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തത് ജൂൺ 1-നായിരുന്നു. ജൂൺ 9-നാണ് ഇതിൻ്റെ ഉത്തരവ് രേഖാമൂലം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്കവിടെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതിൻ്റെ ഉത്തരവ് വന്നതുകൊണ്ട് എനിക്കവിടെ തുടരാൻ സാധിച്ചു. എങ്കിലും ഇനിയും തുടരണമെങ്കിൽ നെറ്റ് യോഗ്യത ആവശ്യമായിട്ട് വന്നു. ഞാൻ 2015 MEd പഠിക്കുന്ന കാലഘട്ടം മുതൽ നെറ്റ് പരീക്ഷ എഴുതുന്നുണ്ട്. 11 തവണ പരീക്ഷ എഴുതി, പക്ഷേ എന്നിട്ടും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം 12ാം തവണ മാർച്ച് 4-ാം തീയതി പരീക്ഷ എഴുതുന്നതിന് മുൻപായിട്ട് മാർച്ച് 4-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വരികയും ഇവിടെ മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. മാർച്ച് 14-ാം തീയതിയായിരുന്നു എക്സാം. ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓൺലൈൻ എക്സാം ആയിരുന്നു ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തു. 2 ദിവസം മുൻപാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ ഈ പരീക്ഷയിൽ പാസ്സായി. 12ാം തവണയാണ് ഞാൻ എഴുതുന്നത്. 12ാമത്തെ തവണയാണ് മാതാവിനെ ഇവിടെ വരുത്തി എനിക്ക് അതിൽ വിജയം തരികയാണ് ചെയ്തത്. കൃപാസനത്തിൽ വരികയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരുപാട് നന്ദിയുണ്ട്. കൃപാസനം മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്നു.